നമസ്കാരം. എല്ലാവർക്കും ഗ്രീൻ വെഞ്ചസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കരിങ്കോഴി വളർത്തുന്ന ഒരു യുവ കർഷകനെ പരിചയപ്പെടാം. ചാനൽ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളോട് കൂടെ ഇന്നുള്ളത് പേര് എൽദോ, വീട് അമ്മായിപ്പാലാണ്. സുൽത്താൻ ബത്തേരി അമ്മായിപ്പാലം. എത്ര വർഷമായി കരിങ്കോഴി വളർത്തലിലേക്ക്? 1 വർഷമായി വരുന്നു. എങ്ങനെയാണ് ഈ കരിങ്കോഴി വളർത്തലിലേക്ക് ഇറങ്ങിയത്? പണ്ട് മുതലേ ഫാമിനോടാണ് താല്പര്യം. പപ്പ ഇങ്ങനെ കുറെ ഫാമിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു, ക്രേസ് ആയിരുന്നു. അപ്പം ചെറുപ്പം മുതലേ ഓരോ ഇൻക്യുബേറ്റർ ഒക്കെ മേടിച്ച് ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. മുട്ട മേടിച്ച് അടുത്ത് മുട്ട മേടിച്ച് വിരിയിപ്പിക്കും. അങ്ങനെ തുടങ്ങിയതാണ്. അതിനുശേഷമാണ് അടുത്തറിഞ്ഞത് കരിങ്കോഴിക്ക് മാർക്കറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പം ഫാമിലി ഫ്രണ്ട് ഒരു ചേട്ടൻ്റെ സഹായത്തോടെ തുടങ്ങി. ഈ തുടങ്ങുമ്പോൾ ഏകദേശം ഇതിന് എത്ര ചിലവ് വന്നിട്ടുണ്ട്? തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തത് കോഴീനെ കുഞ്ഞുങ്ങളെ മേടിക്കുക ചെയ്തത്. ഒരു 5000 രൂപേൻ്റെ എടുത്താലും കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മളൊരു 60 കുഞ്ഞുങ്ങളെയാണ് എടുത്തത്. എന്നിട്ട് ആ എടുത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വലുതാക്കി. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മുട്ട നമ്മുടെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് നമ്മൾ വിരിയിപ്പിച്ചു. അങ്ങനെ അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ പുറത്തുനിന്ന് കോഴിനെ മേടിച്ചിട്ടില്ല. പിന്നെ അതിൽ നിന്ന് നമ്മളിങ്ങനെ ഉൽപ്പാദിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇൻക്യുബേറ്റർ ഉണ്ട്. ഒരു 60 എണ്ണം ശരാശരി വിരിയിപ്പിക്കാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് മാക്സിമം ഒരു 40-35 ഇടയിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇത് 21 ദിവസം വരെ വർക്കിംഗ്. റോൾ ചെയ്ത് കൊടുക്കണം. രാവിലെയും വൈകിട്ടും റോൾ ചെയ്യും. പ്ലസ് ഉണ്ടല്ലേ, പ്ലസ് ഇപ്പോൾ രാവിലെ പ്ലസ് ആക്കിയതാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ മൈനസ്. അത് നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ വെള്ളം ചൂടിന് ഇതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ ഒരു ചെറിയ കത്തി വെച്ചിട്ടുണ്ട്. ഇടിമിന്നൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എർത്തിന്റെ ഇത് കൊണ്ടൊക്കെ. നമ്മൾ ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളെ ഒരാഴ്ച ശേഷം ബ്രൂഡറിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ആക്കും. രാത്രി നമ്മൾ ബൾബ് കാര്യങ്ങൾ ഇട്ട് ഇവർക്ക് ചൂടിന് വേണ്ടിയുള്ള റെഡിയാക്കും. 1.5 മാസം 2 മാസത്തിനുള്ളിൽ കൊടുക്കും. നമ്മുടെ ആവശ്യത്തിന് 10 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറ്. എല്ലാ ബാച്ചിലും നമ്മൾ 10 എണ്ണം വെച്ചിട്ട് മാറ്റും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നീട് അതിന്റെ പരിപാലനമൊക്കെ എങ്ങനെയായിരുന്നു? തീറ്റയും കാര്യങ്ങളൊക്കെ? തീറ്റ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ ചെറിയ സ്റ്റാർട്ടർ പൊടിച്ചിട്ട് മിക്സിലിട്ട് പൊടിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ഗ്ലൂക്കോസ് വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കും. മെഡിസിൻ ആയിട്ടൊന്നും കൊടുക്കൂല. പച്ചമരുന്നായിട്ട് നമ്മുടെ മഞ്ഞൾ വെള്ളം കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുക. അല്ലാണ്ട് പുറത്തുനിന്നുള്ള ഇംഗ്ലീഷ് മരുന്ന് കാര്യങ്ങളും ഒന്നും കൊടുക്കാറില്ല. 2 സെന്റ് സ്ഥലത്തിലാണ്. അതായത് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, തുടങ്ങാം. തുടക്കത്തിൽ വന്ന ചെലവുകളൊക്കെ ഏകദേശം? തുടക്കത്തിൽ നമുക്ക് പണിക്കൂലി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം നമ്മുടെ തന്നെ കവുങ്ങ് ഉണ്ടായിരുന്നു. ആ കവുങ്ങ് നമ്മൾ മുറിച്ച് ചെയ്തു. പിന്നെ പപ്പ ആശാരി ആയതുകൊണ്ട് കൂടും കാര്യങ്ങളും അങ്ങനെ റെഡിയായി. നമുക്ക് നെറ്റും കാര്യങ്ങളും മേടിക്കാൻ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് അങ്ങനെ ചിലവ് വന്നിട്ടില്ല. പിന്നെ ഗോതമ്പ് നമ്മൾ ഒരു 50 കിലോ എടുക്കും വലുതായി കഴിഞ്ഞതിന് ശേഷം. ബാക്കി നമ്മുടെ അടുത്തുള്ള പച്ചക്കറി വേസ്റ്റ്, പിന്നെ മീനിന്റെ വേസ്റ്റ് നമ്മൾ കുത്തിയരിഞ്ഞിട്ട് കൊടുക്കും. നമുക്ക് വർഷത്തിൽ ശരാശരി ഏകദേശം എത്ര? ഒരു 200-250 അടുത്ത്. സാധാരണ ഒരു നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ ഒരു 300 പരമാവധി. ഇതൊരു 250-300 നമുക്ക് എന്തായാലും ഉറപ്പ് പറയാം. എന്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നതാണ്. ചിലവർക്ക് കൂടുതൽ. ഈ മുട്ടയ്ക്ക് മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡും ഉണ്ട്, വിലയുണ്ട്. ഏകദേശം എത്ര? നമ്മൾ 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ ജിമ്മിലേക്കും പിന്നെ അതുപോലെ ആരോഗ്യ സംബന്ധമുള്ള ആൾക്കാർക്കും പിന്നെ കുട്ടികൾക്കുമാണ് കൂടുതലായിട്ട് നമ്മുടെ നിന്ന് പോകുന്നത്. അടുത്തുള്ള ആൾക്കാർ മേടിക്കുന്നുണ്ട്. തീറ്റയും പരിപാലന ചെലവൊക്കെ എങ്ങനെയാണ്? നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഗ്രോവർ സ്റ്റാർട്ടർ ആണ് കൊടുക്കാറ്. അത് പൊടിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ ഗോതമ്പ് കൊണ്ടുവരും, അത് കൊടുക്കും. ഗോതമ്പൊക്കെ അധികമായിട്ട് കൊടുക്കാറില്ല. ബാക്കി നമ്മൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങൾ കൊടുത്ത് പിന്നെ മീനിന്റെ വേസ്റ്റ് ഒക്കെ കൊത്തി എറിഞ്ഞിട്ട് കൊടുക്കും. കാൽസ്യത്തിന് വേണ്ടിയിട്ടാണ് മീനിന്റെ വേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് മരുന്ന് കാര്യങ്ങളൊന്നുമില്ല, മഞ്ഞൾ വെള്ളം മാത്രമാണ് കൊടുക്കാറ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കപ്പളങ്ങയുടെ ഇല, വെറ്റില എന്നിവ ചതച്ചിട്ട് കൊടുക്കും. അപ്പൊ നാട്ടിൽ ലഭിക്കുന്ന സാധാരണ തീറ്റ ഒക്കെ കൊടുക്കാം. പ്രത്യേകിച്ച് ഈ കരിങ്കോഴി വളർത്തുന്നതിന് വേറെ എന്തെങ്കിലും തീറ്റ? ഇല്ല, നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന്റെ ആവശ്യം വന്നിട്ടുമില്ല. ഈ കരിങ്കോഴി വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താണ്? തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു കോഴി വളർത്തുന്ന പോലെ തന്നെ നോർമലായിട്ട് തൊടിയിൽ വളർത്താൻ പറ്റും. നമ്മൾ കൂടുതൽ കെട്ടിയിട്ട് വളർത്തുന്നില്ല, അഴിച്ചുവിടാണ്. അവർക്ക് വേണ്ട ഒരു സൗകര്യം പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്.
കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് സാധാരണ കോഴിമുട്ടയേക്കാൾ എന്താണ് ഒരു പ്രത്യേകതയായിട്ട്? പ്രോട്ടീൻ കൂടുതലാണ്. പിന്നെ അതുപോലെയല്ല വയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ ജനിച്ചിട്ട് കുറച്ചായ കുട്ടികൾക്കാണെങ്കിലും ഇത് കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലൊരു കാര്യമാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആൾക്കാർ കൂടുതലും കൊണ്ടുപോകുന്നത്. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും കൊണ്ടുപോകാറ്. ഈ ദിവസം നമുക്ക് കിട്ടുന്ന മുട്ടകൾ മുഴുവൻ നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വിരിയിപ്പിക്കാനുള്ളത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. ഇതില് ശരിക്കും മുട്ടയ്ക്കാണോ അതോ മീറ്റിനാണോ ഡിമാൻഡ് വരുന്നത്? രണ്ടിനും ഡിമാൻഡ് ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ല സാധനം ഇല്ല. താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വരുന്നത് ഏതിനാണ്? മുട്ടയ്ക്കാണോ അതോ ഇറച്ചിക്കാണോ? ഇറച്ചിക്കാണ്. കാരണം അവർക്ക് പച്ചമരുന്നിന് വേണ്ടിയിട്ടാണ് ഇതിനെ കൊണ്ടുവന്നത്, കരിങ്കോഴിനെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കും. ഈ മുട്ടകളൊക്കെ വിൽക്കുന്നത് നേരിട്ട് വിൽക്കുകയാണോ കടകൾ വഴി? അല്ലല്ല, നേരിട്ട്. ആവശ്യക്കാർ നേരെ വന്ന് വാങ്ങുകയാണോ? നേരിട്ട് നമ്മൾ കൊടുക്കുന്നു. ആവശ്യക്കാർ എൻക്വയറി ചെയ്യുന്നത്. അതെ. ഈ മുട്ട വിൽപ്പനയിൽ മൊത്തത്തില് മുട്ട വിൽക്കുന്നുണ്ട്, മീറ്റിനും ആവശ്യക്കാരുണ്ട്. അതെ. പിന്നെ കുഞ്ഞുങ്ങളെ ആവശ്യക്കാരുണ്ട്. ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾ എങ്ങനെയാ? ഒരു മാസമായ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൊടുക്കാറ്. നമ്മുടെ കോഴി തന്നെ മുട്ടയിടുന്ന ഇത് നമ്മൾ വിരിയിപ്പിക്കുന്നു. 21-22 ദിവസം കൊണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നു. എന്ന് നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. മൊത്തത്തില് നമുക്കിപ്പോ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ട് ഈ മീറ്റിന് ആവശ്യക്കാരുണ്ട്, മുട്ടയ്ക്ക് ആവശ്യക്കാരുണ്ട്. മൊത്തം നമുക്ക് ഏകദേശം ഒരു മാസം ശരാശരി ഏകദേശം ഒരു 35-40 ഇടയ്ക്ക് നല്ല രീതിയിൽ വരുമാനം, സ്റ്റേബിൾ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ചെലവുകളും കഴിഞ്ഞാൽ തുടക്കത്തിൽ മാത്രമാണ് നമുക്ക് കുറച്ച് ചെലവ് തോന്നുള്ളൂ. പിന്നീട് നമുക്കത് അങ്ങനെ തോന്നുന്നു. സ്റ്റേബിൾ ഇൻകം. ഇപ്പോൾ ആവശ്യക്കാരുണ്ട്, ഡിമാൻഡും ഉണ്ട്. ഇങ്ങോട്ട് മുൻകൂട്ടി ഓർഡർ വരാറുണ്ടോ? വരാറുണ്ട്. ഫാമിലേക്ക് തന്നെ നമ്മുടെ പോകാറുണ്ട്. ഒരു 10-20 കോഴികളുമായിട്ടൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് സ്ഥല സൗകര്യം വേണമെന്നില്ല, എന്നാലും ചെറിയൊരു സൗകര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം തീറ്റ ചെലവും കാര്യങ്ങളാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിക്കാണെങ്കിൽ ചെയ്യാം. വീട്ടിലെ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളും കൊടുത്താൽ മതി. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി നമ്മൾ തുടക്കത്തിൽ മാത്രമാണ് ഗ്രോവർ കാര്യങ്ങൾ മേടിക്കാറുള്ളൂ. പിന്നീട് നമ്മൾ ഒരു മാസം കഴിഞ്ഞ പിന്നെ അങ്ങനെ മേടിക്കാറുണ്ട്. ഏകദേശം എത്ര ഏജ് വരെ നമ്മൾ കൊടുക്കാറുണ്ട്? നമ്മൾ 2 മാസം 1.5 മാസം അതിൻ്റെ വരെ കൊടുക്കാറുള്ളൂ. ബാക്കി പിന്നെ അവിടുന്ന് വേസ്റ്റ് കാര്യങ്ങളാണ് കൊടുക്കാറ്. ഈ നല്ല ഇനം കരിങ്കോഴികളെ എവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്, തിരിച്ചറിയുന്നതൊക്കെ എങ്ങനെയാണ്? അവരെ ബോഡി ഫുൾ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ തലയിലെ പപ്പും കാര്യങ്ങളും ബ്ലാക്ക് ആയിരിക്കും. നഖം വരെ ബ്ലാക്ക് ആയിരിക്കും. ഇറച്ചിയും ബ്ലാക്ക് ആയിരിക്കും, ഫുൾ ബ്ലാക്ക് ആയിരിക്കും. പപ്പും തോലും പറിച്ച് നമുക്ക് കറക്റ്ററിയാം. ഇറച്ചിക്ക് മേടിക്കുകയാണെങ്കിലും ഫുൾ ബ്ലാക്ക് ആയിരിക്കും, മറ്റേതുപോലെ ആയിരിക്കില്ല. പിന്നെ കോഴിക്കാണെങ്കിലും വേറൊരു തലയിൽ പപ്പെല്ലാം ബ്ലാക്ക് ആയിരിക്കും, നഖം വേറെ ബ്ലാക്ക് ആയിരിക്കും. ഈ ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവരൊക്കെ ചെയ്യുന്ന തെറ്റുകൾ എന്തായിരിക്കും? ഒന്നാമത് കോഴീനെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള പ്രശ്നം, പിന്നെ പെട പൂവൻ കാര്യങ്ങൾ നോക്കണം. അതാണ് ഏറ്റവും വലിയ തെറ്റ് വരുന്നത്. കാരണം പൂവനായിരിക്കും ചിലപ്പം കൂടി. എനിക്ക് ഫസ്റ്റ് വന്ന മിസ്റ്റേക്ക് വെച്ചാൽ പൂവൻ കുറച്ചധികം ഉണ്ടായിരുന്നു, പെട കുറവായിരുന്നു. എവിടെ നിന്നാണ് നമ്മൾ ഇതിനൊക്കെ വാങ്ങിക്കൊണ്ട്? നമ്മൾ തുടക്കത്തിൽ മേടിച്ച് തിരുവനന്തപുരത്ത് നിന്നാണ്. കാരണം അവർ ഡയറക്റ്റ് സേലത്ത് നിന്ന് ഇറക്കും. നമ്മുടെ ഇവിടേക്ക് വയനാട്ടിലേക്ക് റെയിൽവേ ഇല്ലാത്തതുകൊണ്ട് സേലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ അവരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ബന്ധപ്പെട്ട് അവർ പെറ്റ്സിന്റെ വണ്ടിയിൽ അയച്ചു തരാണ് ചെയ്തത്. അഥവാ ഇനി കരിങ്കോഴിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വയനാട്ടിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ഓർഡർ അനുസരിച്ച്. അപ്പോൾ ഏകദേശം എത്ര കോഴികൾ വെച്ച്, കരിങ്കോഴി വെച്ച് ഒരു ചെറിയൊരു രീതിയിലൊരു സംരംഭം തുടങ്ങാമെന്നാണ് തോന്നുന്നത്? ഒരു 30 കോഴികളെ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത്. ഇതിന് എത്ര നേരം തീറ്റയൊക്കെ നിങ്ങൾ കൊടുക്കുന്നു? നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ഗോതമ്പ് കുറച്ചിട്ടും പിന്നെ പച്ചക്കറി വേസ്റ്റ് ഉള്ളൂ. പിന്നെ ഇവിടെയുള്ള പുല്ല് കാര്യങ്ങളാണ് ഈറ്റങ്ങൾ കഴിക്കാറ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ കൊടുക്കില്ല. പിന്നെ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കൊടുക്കുന്നു. ഒരു മാസം, ഒരു ദിവസം ശരാശരി 15 മുട്ട വിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ഏകദേശം 450 അടുത്ത് കിട്ടാറുണ്ട്. നിങ്ങൾ ഈ അസുഖങ്ങൾക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും തനതായ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ കൊടുക്കാറുണ്ട്. കപ്ലങ്ങയുടെ ഇലയും പനിക്കൂർക്കയും വെറ്റിലയും പിന്നെ കാട്ടിഞ്ചിയും കൂടെ ചതച്ചരച്ചിട്ട് നീരുപോലാക്കിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പം രോഗപ്രതിരോധ ശക്തിക്ക് നല്ലതാണ്. അത് എങ്ങനെയാണ് കൊടുക്കുന്ന രീതികളൊക്കെ? അപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചുമ കാര്യങ്ങൾ വരികയാണെങ്കിൽ അവരെ സൗണ്ടിൽ മാറ്റണ്ടാവും, അന്നേരം നമ്മൾ കൊടുക്കും. പിന്നെ ഇടയ്ക്ക് നമ്മൾ വെള്ളത്തിലും കലക്കി കൊടുക്കാറുണ്ട്. കരിങ്കോഴി വളർത്തലിലൂടെ ഒരു ചെറിയ വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? യുവ കർഷകൻ എന്നുള്ള രീതിയിൽ തുടക്കത്തിലാണെങ്കിലും നമുക്കിതിൽ ചെല്ലുമ്പോൾ ചിലപ്പം ഇതിനെ പരിഹരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീടിൻ്റെ അടുത്തുള്ളവരെ സ്മെല്ല് കാര്യങ്ങളൊക്കെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് മിനിമം ഒരു വീട്ടിൽ 200 കോഴീനെ അടുത്തെങ്കിലും വളർത്താൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇവരോട് തന്നെ സംസാരിക്കും. ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ നമ്മൾ ഇവരോടും സംസാരിച്ച് പിന്നെ നമുക്ക് ഇവരോട് ഭയങ്കര ഇഷ്ടവും താല്പര്യം തോന്നും. പൊതുവെ ഇണങ്ങുന്ന ടൈപ്പാണോ? അല്ലല്ല, ഇവര് ഇണങ്ങാൻ കുറച്ച് പാടാണ്. കൊടുക്കാൻ നേരത്ത് സാധാരണ കോഴീനെ പോലെ വരാറുള്ളൂ. അല്ലാണ്ട് നമ്മൾ
വിളിച്ച അങ്ങനെ വരുമൊന്നുമില്ല. മറ്റു നാടൻ കോഴികളെ അപേക്ഷിച്ച് മറ്റേതാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇവർ വരില്ല. ഇവർക്ക് ദേഷ്യം വരും. അപ്പം ദേഷ്യം വരുമ്പോഴാണ് ഇവരെ കഴുത്തിന്റെ അവിടെ നിന്ന് പപ്പ് ഇങ്ങനെ പൊന്തി വരും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ശരിക്കും കരിങ്കോഴിന്റെ തിരിച്ചറിയാനുള്ള അടയാളം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അതെ അതെ. പറയാം. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ പട്ടിയുടെ ശല്യം വരാണ്ടിരിക്കാനാണ് അടിയിൽ കൂടെ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കാക്ക ശല്യം വരാണ്ടിരിക്കാനും മറ്റ് പക്ഷികളുടെ ശല്യം വരാണ്ടിരിക്കാനും നെറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഫ്രാഷൻ ബൂട്ടിന്റെ വള്ളി കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ സൈഡിൽ തൂണ് കവുങ്ങിന്റെയും മുളയുടെയും തൂണാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്.